ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് തുടരുന്ന പശ്ചാത്തലത്തിലാണ് റിസർവ് ബാങ്ക് കർശന നടപടികൾക്ക് തയ്യാറായത്. ഒരു ഡോളറിന് 61.43 രൂപ എന്ന റെക്കോർഡ് താഴ്ച ബുധനാഴ്ച രേഖപ്പെടുത്തി. രൂപ കൂടുതൽ ദുർബലമാകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും. ഈ സാഹചര്യത്തിലാണ് കമ്പനികൾക്കും വ്യക്തികൾക്കും വിദേശത്ത് നടത്താവുന്ന നിക്ഷേപത്തിന്റെ പരിധി കുറച്ചത്. വ്യക്തികൾക്ക് വർഷത്തിൽ 1,20 ലക്ഷം രൂപ വിദേശത്ത് നിക്ഷേപിക്കാൻ അനുവാദമുണ്ടായിരുന്നു. ഇത് 45 ലക്ഷമാക്കി കുറച്ചു. ലാഭവും നീക്കുബാക്കിയും കണക്കാക്കി ഇതിന് 4 ഇരട്ടി വിദേശ നിക്ഷേപം നടത്താൻ കമ്പനികൾക്ക് സാധിക്കുമായിരുന്നു. ഇത് ഒഴിവാക്കി. ആകെ മൂല്യത്തിലധികം നിക്ഷേപം നടത്തണമെങ്കിൽ ഇനി RBIയുടെ അനുവാദം വാങ്ങണം. സ്വർണത്തിന്റെ ഇറക്കുമതിയും നിയന്ത്രിച്ചു. സ്വർണ്ണ നാണയങ്ങളുടെ ഇറക്കുമതിയും തടഞ്ഞിട്ടുണ്ട്. Imports of gold and silver have witnessed a surge in recent months as compared to the same period in previous years. In quantitative terms, the imports of gold increased from 2,005 metric tons in April-July 2012 to 383 metric tons April-July 2013, an increase by about 87%. രാജ്യം ആകെ കയറ്റി അയക്കുന്നതിന്റെ മൂല്യത്തിലേറെ ഇറക്കുമതി ചെയ്യുന്നതിന്റെ മൂല്യമാകുന്നതാണ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഈ കമ്മി ക്രമാതീതമായതാണ് ഇറക്കുമതി നിയന്ത്രിക്കാൻ കാരണം. അതേസമയം മൂലധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള തീരുമാനം സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക വ്യവസായ സമൂഹം ഉയർത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.